അടിപൊളിയായി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരത്ത് നല്ല ചൂട് ചായ കുടിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണപ്പലഹാരം കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് നാടൻ തട്ടുകട സ്റ്റൈലിൽ നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ കിഡിലും വീഡിയോ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഉള്ളിവടയ്ക്ക് ആവശ്യമുള്ള ഉള്ളി കട്ട് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. അപ്പോൾ അതിനെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളെപ്പോലെ കുറച്ച് ബാച്ചിലേഴ്സൊക്കെ ഉണ്ട്, കുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിയാത്തവർ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ ഉള്ളിവടയൊക്കെ ട്രൈ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങുന്ന സമയത്ത് അത് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത കളറിൽ കാണാൻ പറ്റും. അത് പ്രത്യേകിച്ച് നല്ലോണം വാഷ് ചെയ്തെടുക്കുക. അതൊരു ഉള്ളി പഴക്കം ചെല്ലുമ്പോൾ വരുന്ന ഒരു കളറാണ്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലൊരു പണിയും കൂടിയുണ്ട്. നമ്മൾ ഈ ഉള്ളിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഉള്ള ഉള്ളിനെ ഇങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മിയെടുക്കുക. അപ്പോൾ തിരുമ്മിയെടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. ഇതുപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. അപ്പോഴാണ് നമുക്ക് ഈ വട ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസി എന്നല്ല, കുറച്ചും കൂടി വൃത്തിക്ക് പറ്റുള്ളൂ. കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോഴാണ് ആ വട നന്നായിട്ട് മുരിയുക. അടുത്ത് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യുക. നമ്മൾ ഏകദേശം ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചമുളക് അത്ര എരിവില്ല. അപ്പോൾ നമ്മൾ എരിവിന് വേറൊന്നും അഡീഷണൽ ആയിട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് മാത്രം ആഡ് ചെയ്യുന്നു. അപ്പോൾ അവരവരുടെ ആവശ്യാനുസരണം മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുളക് എടുക്കുക. ഇപ്പോൾ കാന്താരി മുളകൊക്കെ ആണെങ്കിൽ ആവശ്യമില്ല, ഒരു 4-5 ഉണ്ടെങ്കിൽ ആശാൻ ഹെവി എരിവായിരിക്കും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ആമ്പലിൻ്റെ ഇലയിലേക്ക് മാറ്റാം. അടുത്ത് നമുക്ക് ഇഞ്ചി കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ ഇഞ്ചി നല്ലോണം കടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നല്ല ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലിങ്ങനെ കട്ട് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നുറുക്കിയെടുക്കുക. ഇങ്ങനെ നുറുക്കിയെടുത്താൽ എന്തായാലും ഗുണം, ഇഞ്ചി നമുക്ക് പാകത്തിന് കഴിക്കാൻ പറ്റും. നല്ല രസമുണ്ടാവും കഴിക്കാൻ. സൈസ് കൂടിക്കഴിഞ്ഞാൽ ആ ഇഞ്ചി കടിക്കുമ്പോൾ എന്താ പറയുക, അത് ഇഞ്ചി കടിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു ഇഷ്ടമില്ലായ്മ. വലിയ പീസാകുമ്പോൾ അതിൻ്റെ ഇഞ്ചിൻ്റെ കാരം ഹെവി ആയിട്ടുണ്ടാവും. അത് ചെറുതാകുമ്പോൾ അത് ലൈറ്റായിരിക്കും, നല്ല രസത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റും ഉള്ളിവടൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിനെ നമ്മുടെ പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അടുത്ത് കുറച്ച് നമുക്ക് കറിവേപ്പില വേണമായിരുന്നു. അപ്പോൾ നമ്മളൊരു 3 എത്ര എടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കുക. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കുക. കറിവേപ്പിലയ്ക്കൊക്കെയാണ് നല്ല ഫ്ലേവർ. അപ്പോൾ ഇതിലൊരു പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾക്ക് മല്ലി ഇല ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഉള്ളിവടയ്ക്ക് കറിവേപ്പില മാത്രമാണ് എന്നെ ചോദിച്ചാൽ ബെസ്റ്റ് എന്ന് ഞാൻ പറയും. പക്ഷെ ഓരോരുത്തരുടെ താല്പര്യമാണ്. കാരണം മല്ലി ഇല കുറച്ചും കൂടി കയറുമ്പോൾ അതിൻ്റെ ഫ്ലേവറിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പില നമ്മുടെ ആമ്പൽ ഇലയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി കൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്താണ്, എന്നാലും ഒരു വലിയ പാത്രത്തിലിട്ടിട്ട് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച ഉള്ളിയിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, നമ്മുടെ കറിവേപ്പില കൊട്ടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത ഉള്ളിയിലേക്ക് 1 ടേബിൾ സ്പൂണ് പൊടിയുപ്പ്, പിന്നെ 100 ഗ്രാം കടലമാവ്, പിന്നെ അടുത്തത് 100 ഗ്രാം ഓൾ ഫ്ലോർസ് ലൈക്ക് മൈദ മാവാണത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കുക. ചിലപ്പോൾ നമ്മുടെ ഉള്ളിയിലുള്ള ഈർപ്പം തന്നെ മതിയാവും ഇതിനെ മിക്സർ കറക്റ്റായിട്ട് വരാൻ.
അപ്പോൾ ഈർപ്പം പോരാ, വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ വെള്ളം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ആകാൻ പാടില്ല. വെള്ളം നോക്കിയിട്ട് അളവിന് നമുക്ക് ആക്കാൻ പാടുള്ളൂ. എന്നിട്ട് കുഴച്ച് നോക്കാം. നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ആയിട്ട് നല്ല കിടിലം വേണം ഇപ്പം തന്നെ വരാൻ തുടങ്ങി. ആ വട കഴിക്കുമ്പോണ്ടാകുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, ആ വടൻ്റെ സ്മെല്ല് ഇപ്പം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എന്തായാലും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇല്ല കൈയോട് അപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കുക, പക്ഷേ ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റിൽ വെക്കുക. വെച്ചിട്ട് നമുക്ക് ഇതിന് വട തട്ടുന്ന പോലെ തട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ഇരിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് അടുപ്പ് കൊളുത്തി എണ്ണ ചൂടാക്കാം. ആക്ച്വലി ഇവിടെ ഇന്നലെ ഇന്ന് രാവിലെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് പാലക്കാട്. സോ നമ്മൾ ഈ മഴൻ്റെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്താണ് പരിപാടി തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് ഉണക്ക വിറകൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇപ്പോൾ പരിപാടി ഈസിയായി നടക്കുന്നത്. അപ്പോൾ അടുപ്പ് കൊളുത്തിയിട്ടുണ്ട്, നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എന്തായാലും കുറച്ച് മുങ്ങണമല്ലോ. അപ്പോൾ നമുക്ക് വട തട്ടിയെടുക്കുക. കുറച്ച് ഉള്ളി എടുത്തിട്ട്, എന്നെ കേട്ടാൽ ചെറിയ ചെറിയ വട ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നല്ല ടേസ്റ്റ് കിട്ടും. ചെറിയ ഉള്ളി വടയാണെങ്കിൽ കുറച്ച് ഉള്ളി എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പരുവത്തിൽ വട്ടത്തിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഇതിനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ചെറിയ ചെറിയ ഉള്ളിവട ഉണ്ടാക്കി എന്തായാലും ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സൈസ്. അപ്പോൾ നമ്മൾ വട ലൈറ്റായിട്ട് തട്ടിയിട്ട് പലകയിൽ വെക്കാം. അപ്പോൾ നമുക്ക് എണ്ണയിലെടുത്തിടുമ്പോൾ പെട്ടെന്ന് പരിപാടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ തട്ടി വെച്ച ഉള്ളിവട മെല്ലെ ഇട്ട് കൊടുക്കാം. നമ്മളൊരു 3 വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ മെല്ലെ മറിച്ചിടുക ഉള്ളിവടനെ. കണ്ടില്ലേ, ഇപ്പോൾ 3 ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ എത്രത്തോളം കൊള്ളും, നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായി വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ച് നിങ്ങൾ അളവിന് നമ്മുടെ ഉള്ളിവട ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. അത് നമ്മുടെ ഉള്ളിവട ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. അടിപൊളി മുരിഞ്ഞ സെറ്റപ്പിൽ സാധനമായിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ അടുത്ത സെറ്റ് ഉള്ളിവടയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തവണ നമ്മൾ കരണ്ടി വെച്ചായിട്ടുണ്ട്. എണ്ണ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക. ലെഫ്റ്റും റൈറ്റും ആയിട്ട് നന്നായിട്ട് മറിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ ഇങ്ങനെ ആയി. ആ ലൈറ്റായിട്ടുള്ള ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒരുപാട് ആക്കാൻ പാടില്ല. അപ്പോൾ ഈ മഴക്കാലത്ത് എല്ലാവരും വീട്ടിൽ വൈകുന്നേരം 4 മണി ആകുമ്പോൾ ഇതുപോലെ സൂപ്പറായിട്ട് ഉള്ളിവട ഉണ്ടാക്കി ചെറിയ ചാറ്റൽ മഴയിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും നമ്മുടെ ഉള്ളിവടയും കൂടി ഉണ്ടാക്കി ഇരുന്ന് കഴിച്ചാണ്ടല്ലോ സാറേ കിടു. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഉള്ളിവടയും നന്നായി മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗണിൽ ഹെവിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിവടനെയും കോരി മാറ്റാം. പൊളി പൊളി പൊളി. കളർ കാണുമ്പോഴേ മൊത്തം ഇപ്പം തന്നെ കഴിക്കാനാണ് ഫീലാകുന്നത്. ഞാൻ ഉഷാറായില്ലേ. ഉള്ളിൻ്റെ മണമുണ്ടല്ലോ, സഹിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തട്ടുകട സ്റ്റൈല് ഉള്ളിവട അടിപൊളിയെ മുറിഞ്ഞ് സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 അനിയന്മാരുണ്ട്, അവരോട് കഴിപ്പിച്ചിട്ട് അഭിപ്രായം പറയിപ്പിക്കാം. എടുക്കും മകളെ, എടുക്ക്. നല്ല ക്രിസ്പി ആയിട്ടും
ആ മൊരിഞ്ഞൊക്കെ നല്ല മൊരുന്നുണ്ട്. ചാൻസ് ഇല്ല. എന്നുണ്ടാ നിങ്ങൾക്ക്? മാസമായിട്ടുണ്ട്. നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കഴിക്കില്ലേ, അപ്പൊ അവിടെ ഒരു ടേസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു വേറെ ടേസ്റ്റ് ആയിട്ട് അറിയുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്, നല്ല മാസമായിട്ടുണ്ട്. നിനക്കുണ്ട് അടിപൊളി സാധനം, നല്ല മണമുണ്ട്, ഒന്നും പറയാനില്ല, അടിപൊളി മാസമുണ്ട്. സത്യത്തിൽ നമ്മുടെ ഉള്ളിവട അതൊന്ന് പിടിക്കും, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉള്ളിവട എടുത്തിട്ട് അങ്ങനെ പൊളിച്ച് എന്നിട്ട് സാറേ നല്ല ഫസ്റ്റ് ക്ലാസ് ഉള്ളിവട ഇങ്ങനെ മുറിഞ്ഞ് വേറെ ലെവൽ കിഡുമായിട്ടുണ്ട്. അപ്പം നമ്മുടെ അനിയന്മാർക്കൊക്കെ അടിപൊളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന അതിനേക്കാളും കുറച്ചും കൂടി വെല്ലും. കാരണം സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ ഇഞ്ചിൻ്റെ ഫ്ലേവറും കറിവേപ്പിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എരിവ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട മുളക് പക്കാവായിട്ട് മതിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തട്ടുകട സ്റ്റൈലിലുള്ള ഉള്ളി വട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ദെൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്താലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ കിഡിലൻ വീഡിയോകൾക്ക് നിങ്ങൾക്ക് ഉടനടിയായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.